എനിക്ക് പറയാനുള്ളത്, ഇപ്പം അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ ചുമതലക്കാരനായിട്ടുള്ള ആളെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ അടിക്കാൻ അടിച്ചത്. പക്ഷെ അത് തിരക്കിനിടയിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലൻ്റായി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. കാരണം ഒരു രീതിയിലും BJPയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവർ ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും, അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട്. പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു, ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഇവർ പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. സമാധാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്. ആലപ്പുഴയിൽ ഇടതു വലതു കോട്ടകൾ ആകെ ഭ്രാന്തിളകിയ അവസ്ഥയിലാണ്. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തി ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കിയത് കൂടിയാണ് പരാജയ ഭീതിയിൽ ഹാലിളകി ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുക, ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ വാഹനങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുക, ശോഭാ സുരേന്ദ്രനൊപ്പം വോട്ട് തേടുന്നവരെ ആക്രമിക്കുക. ഇപ്പോഴിതാ RSSൻ്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആളെ അമ്പലത്തിനുള്ളിൽ കയറി ആക്രമിച്ചു DYFIയുടെ ഗുണ്ടകൾ. എന്നിട്ട് അക്രമികളെ പിടിക്കാനല്ല കേരള പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്, അക്രമത്തിനിരയായ BJP RSS പ്രവർത്തകനെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രാത്രി തന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും. അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, തന്നോടൊപ്പമുള്ള ഒരു പ്രവർത്തകന് നേരെ ഒന്ന് തൊട്ടാൽ അതിൽ ചോദിക്കാൻ ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് ആലപ്പുഴയ്ക്ക് ശോഭാ സുരേന്ദ്രൻ നൽകുന്ന ഉറപ്പ്. എന്തിനാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാതെ കായിക ബലം കൊണ്ട് നേരിടുന്നത്? ഇത് കേരളത്തിൽ CPMൻ്റെയും DYFIയുടെയും ഒക്കെ സ്ഥിരം പരിപാടിയാണെന്ന് നമുക്കറിയാം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ നിയമപരമായ നടപടിയുമായി ഒരു ഭാഗത്ത് KC വേണുഗോപാൽ പോകുന്നു. കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് കരിമണൽ ലോബിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വലിയ വിവാദങ്ങളെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത്. മറുഭാഗത്തോ പരാജയ ഭീതിയിൽ കലിപൂണ്ട CPMൻ്റെയും DYFIയുടെയും ഒക്കെ ഗുണ്ടകൾ തെരുവുകളിൽ അതിക്രമം നടത്തുകയാണ്, നിയമം കയ്യിലെടുക്കുകയാണ്. അപ്പോഴും സംയമനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഉപയോഗിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. ശോഭാ സുരേന്ദ്രൻ്റെ ജനപ്രീതിയെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയാത്തത്? ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ആ മാസ്മരികമായ ജന പിന്തുണയെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എതിർക്കാൻ കഴിയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പാവം സ്ത്രീയെ ഇത്രത്തോളം ഭയക്കുന്നത്? ഇതിന് ആലപ്പുഴയിലെ ജനങ്ങൾ ഉത്തരം നൽകുമെന്ന കാര്യം ഉറപ്പാണ്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.